അത്യധികം ആവേശഭരിതമായി ഒരുപക്ഷെ വേണ്ടുന്നതിലും ആവേശഭരിതമായിട്ടാണ് അണികളൊക്കെ പ്രവർത്തിച്ചത് നമുക്കറിയാം. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. വി ഡി സതീശന്റെ സ്വന്തം ജില്ലയിലും ഒരുപാട് ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ ഉയർന്നിരുന്നു. വലിയ മുദ്രാവാക്യങ്ങൾ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ളതാണ്. മറുഭാഗത്ത് ജനനായകൻ OC-ക്ക് ശേഷം KC. ഇപ്പോൾ ഒന്നും വേണ്ട, നഗരത്തിൽ നിന്നും ഫ്ലെക്സുകളൊക്കെ അപ്രത്യക്ഷമായോ? അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വി ഡി സതീശിൻ്റെ നാടായ എറണാകുളം ജില്ലയിൽ നിരവധി ഫ്ലക്സുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഉയർന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള നിരവധി ഫ്ലക്സുകൾ, പ്രത്യേകിച്ച് മരട് അടക്കമുള്ള മേഖലകളിലടക്കം, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മരട് അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം വലിയ തോതിൽ ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. പക്ഷേ ഏതാണ്ട് മിക്കവാറും ഫ്ലക്സുകളൊക്കെ തന്നെ പ്രവർത്തകർ തന്നെ മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നേതൃത്വത്തിൻ്റെ കർശനമായ നിലപാട് വന്നതോടുകൂടിയാണ് ഈ ഫ്ലക്സുകളൊക്കെ തന്നെ മാറ്റിയത്. എന്തായാലും വി ഡി സതീശൻ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ആലുവ ദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ്. ഈ വീട്ടിൽ വി ഡി സതീശനുണ്ട്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 കൂടിയാണ് വി ഡി സതീശൻ കേരളത്തിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം നേരെ ആലുവ ദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ ചില പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുമുണ്ട്. അദ്ദേഹം ഇന്നലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിൽ പോലും അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇനി ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വന്ന ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് മണ്ഡലമായ പറവൂരിൽ ചില പരിപാടികളുണ്ട്. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10 മണിക്ക് ശേഷം പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാമെന്ന് നേരത്തെ തന്നെ ഏറ്റിട്ടുണ്ട്. ആ പരിപാടികളിൽ കൃത്യമായി തന്നെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലെ അടക്കം മരടിലടക്കം പ്രവർത്തകർ വി ഡി സതീശിന് വേണ്ടി തെരുവിലിറങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ എന്തായാലും ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, പരസ്യമായ ഒരു നീക്കത്തിലേക്ക് ഇനി കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം. പ്രത്യേകിച്ച് അന്ത്യശാസനം വന്ന സാഹചര്യത്തിൽ ഫ്ലക്സുകൾ പൂർണ്ണമായും മാറ്റുന്നു. അതോടൊപ്പം തന്നെ പരസ്യ പ്രകടനം താൽക്കാലികമായി ഒഴിവാക്കുന്നു. ഇനിയിപ്പോൾ തീരുമാനം കാത്തിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്ന ശേഷം അതിനോട് പ്രതികരിക്കാമെന്നതാണ് പ്രാദേശികമായി കോൺഗ്രസ് നേതാക്കളുടെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒക്കെ തന്നെ തീരുമാനം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ ആലുവയിലെ ദേശത്തുള്ള വി ഡി സതീശന്റെ വീട്ടിന് മുന്നിൽ നിന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ വി ഡി സതീശനുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് വി ഡി സതീശൻ ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയത്. ഇന്ന് രമേശ് ചെന്നിത്തലയും വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ കേരള ഹൗസിലൊക്കെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. രാത്രിയിൽ എത്തുന്ന സമയം മുതൽ വി ഡി സതീശന് വേണ്ടി ഒരു കൂട്ടർ, മറുഭാഗത്ത് KC-ക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നവർ, അതിൽ ജെൻസിയുടെ പ്രതിഷേധം, ഇതൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം കലങ്ങിത്തെളിഞ്ഞ് ശുഭോരവസ്ഥയായ ഒരു നാടകമായിട്ട് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും എത്രയും പെട്ടെന്ന് ആ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും.